ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മുടെ കൊമേഴ്സ് സബ്ജക്റ്റിലെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന, അല്ലെങ്കിൽ റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന ആ യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് കുട്ടികൾ ടഫാണ് എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ്. കുറച്ച് ടഫായിട്ടുള്ള, അതായത് ഒരുപാട് കുട്ടികൾക്ക് കുറച്ച് ടഫായിട്ടുള്ള ഒരു യൂണിറ്റാണ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് കുറച്ച് പ്രോബ്ലംസ്, അതുപോലെ തന്നെ കോൺസെപ്റ്റുകളൊക്കെ വരുന്നത് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് വരാറുള്ളൂ. പക്ഷെ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ടാണ്, ലിമിറ്റേഷൻ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന, അല്ലേ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റി എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഷോർട്ടാക്കി വിളിക്കാറുള്ളത്, അല്ലേ. അപ്പോൾ ആ സ്റ്റാറ്റി എന്ന് വിളിക്കുന്ന ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ടഫായിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ കറക്റ്റ് പക്ക ആ ഒരു ടോപ്പിക്കുകൾ അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ നിങ്ങൾ അതിൻ്റെ ബേസ് എന്താണ് എന്നുള്ളത് മുതൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്റ്റാറ്റിയിൽ നിന്ന് ചോദിക്കുന്ന 10 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് NTA നമ്മുടെ എക്സാംസിൽ, പ്രീവിയസ് എക്സാംസിൽ സ്റ്റാറ്റിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ടോപ്പിക്സ്, ക്വസ്റ്റ്യൻസ് അല്ല ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം കൊമേഴ്സ് സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപോലെ റിപ്പീറ്റ് ചെയ്യൽ, അതുപോലെ തന്നെ ടോപ്പിക്സ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു റിപ്പീറ്റഡ് ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു വെക്കണം. ഓക്കെ, കാരണം ഈ ടോപ്പിക്സിന് എല്ലാ ടേമിലും എന്തുണ്ടായിരിക്കും, ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ ഇനി വരാൻ പോകുന്ന ടേമിലും എന്ത് സംഭവിക്കാം, ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഈ പറയാൻ പോകുന്ന ടോപ്പിക്സ് എന്ത് ചെയ്യരുത്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജിയിലെ അല്ലെങ്കിൽ മെത്തേഡ്സിലെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്, ഓക്കെ, നിങ്ങൾക്ക് സിലബസ് നോക്കിയാൽ മനസ്സിലാവും, ഇങ്ങനെയല്ല അതിൻ്റെ ഓർഡർ വരിക, അല്ലേ. അത് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആണ് വരുന്നത്, അല്ലേ. ഇൻട്രൊഡക്ഷൻ, പിന്നെ സാമ്പിളിങ്, അങ്ങനെയാണ് നമ്മുടെ സ്റ്റാറ്റീൻ്റെ സിലബസ് പോകുന്നത്. പക്ഷേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഏറ്റവും ആദ്യം പറയുന്നതാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളത്, റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ളത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. എല്ലാ ടേമിലും എന്തുണ്ടായിരിക്കും, ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് മെയിനായിട്ട് 3 ഡിസ്ട്രിബ്യൂഷൻസ് ആണ് വരുന്നത്: ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ പ്രോബ്ലംസ്, ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസ് കേട്ടോ, വലിയ എന്താ പറയുക, ഒരുപാട് കാൽക്കുലേഷൻസ് ഉള്ള പ്രോബ്ലംസ് ഒന്നും ഇതിന് ചോദിക്കാറില്ല. ഓക്കെ, പിന്നെ ഇക്വേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുടെ ബേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻസ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കുക, ഫീച്ചേഴ്സ് പഠിക്കുക, അതിൻ്റെ ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസ് പഠിക്കുക, ആൻഡ് ഇക്വേഷൻസ് പഠിക്കുക. ഓക്കെ, ഇക്വേഷൻസ് പഠിക്കാൻ കാരണം അതിൽ ഓരോ എലമെന്റ്സ് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യം ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതിൽ, പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് ഈ ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലാണ്. ഓക്കെ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ്റെ ബേസിലാണ് എന്ത് ചെയ്യാറുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യൻസ്, പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷനുകൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ 3 ഡിസ്ട്രിബ്യൂഷൻസ് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത് നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, അതായത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഏറ്റവും കൂടുതൽ അവർ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് ആൻഡ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. ഓക്കെ, 2 പാർട്ടാണ്. ഒന്ന് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും, രണ്ടാമത്തേത്
മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനും. ഓക്കെ, ഓരോന്നും കൊടുത്തിട്ടുണ്ട്, നോക്കുക. സെൻട്രൽ ടെൻഡൻസി, നമ്മൾ ഈ ഡിസ്പെർഷനും സെൻട്രൽ ടെൻഡൻസി ഒക്കെ നമ്മൾ വളരെ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ് അല്ലേ. സിമ്പിളായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇപ്പോൾ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, ഇവിടുന്ന് ഈ ഒരു പോർഷൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ സെൻട്രൽ ടെൻഡൻസിയിൽ മീൻ, മീഡിയൻ, മോഡ്. ഓക്കെ, മീൻ, മീഡിയൻ, മോഡ്, ഇതിൻ്റെ ഇക്വേഷൻസ് പഠിക്കണം. എങ്ങനെയാണ് പ്രോബ്ലം വന്നാൽ ചെയ്യാന്നുള്ളത് പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ ഡിസ്പെർഷനിൽ റേഞ്ച്, വാരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ വാരിയൻസ് കാണാനായിട്ടും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനായിട്ടൊക്കെയുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ്, ഓക്കെ, അതിൻ്റെ ഓരോരോ എലമെൻറ്റ്സ് വെച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, ഇനി ഷേപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സ്ക്യൂനെസ്സും രണ്ടാമത്തേത് കർട്ടേസിസും. ഓക്കെ, ഒന്ന് സ്ക്യൂനെസ്സും രണ്ടാമത്തേത് കർട്ടേസിസും. അപ്പോൾ സ്ക്യൂനെസ്സിൽ നമുക്ക് അതിൻ്റെ ഷേപ്പ്, ഓക്കെ, എന്താണ്, റൈറ്റ് ടൈൽഡ്, ഓക്കെ, ഇങ്ങനെ ആണ് നമുക്ക് സ്ക്യൂനെസ്സിൽ അതിൻ്റെ ഷേപ്പുകൾ. ഓക്കെ, റൈറ്റ് ടൈല്, ലെഫ്റ്റ് ടൈല്, പോസിറ്റീവ്, നെഗറ്റീവ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഒരു ഡാറ്റാൻ്റെ ഷേപ്പ്, ഓക്കെ, ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. കർട്ടേസിസിൽ നമുക്ക് അതിൻ്റെ പീക്ക്ഡ്നെസ്, ഓക്കെ, പീക്ക്ഡ്നെസ് ആണ് എന്ത് ചെയ്യാൻ പറ്റുക, കാണാനായിട്ട് പറ്റുക. ഓക്കെ, അതിലിപ്പോൾ മൂന്ന് ടൈപ്പ് വരുന്നുണ്ട്, ലെപ്റ്റോകേർട്ടിക്, മെസോകേർട്ടിക്, പ്ലാറ്റികേർട്ടിക്. അപ്പോൾ ആ ഒരു പീക്ക്ഡ്നെസ് മെഷർ ചെയ്യാനായിട്ടുള്ളതാണ് എന്ത്, കർട്ടേസിസ്. ഇതിൻ്റെ ഷേപ്പ് മനസ്സിലാക്കാനായിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഈ ഒരു സ്ക്യൂനെസ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും നോക്കി വെക്കുക, മൂന്ന് ടൈപ്പ് നോക്കി വെക്കുക. ഓക്കെ, പിന്നെ ഇതിൽ മീഡിയൻ, മീന്, മോഡ്, അത് ഈ ഒരു ഷേപ്സിൽ റൈറ്റ് ടൈലും ലെഫ്റ്റ് ടൈലും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതും ചോദ്യം ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചോദ്യങ്ങൾ കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ ആ ഒരു ഹൈപ്പോത്തസിസ്, ഓക്കെ, ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അസംഷൻ അല്ലേ, ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ടെനറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു ടെനറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്ന, ഓക്കെ, ആ ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തിട്ട് അത് ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, ഓക്കെ, ആ ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൻ്റെ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദ്യം ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ആ ഒരു സീക്വൻസ്, ഓക്കെ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൻ്റെ സീക്വൻസ്, സ്റ്റേറ്റ് H0, H1. ഓക്കെ, അപ്പോൾ H0 എന്താണ്, H0 എന്ന് പറയുമ്പോൾ നൾ ഹൈപ്പോത്തസിസ് അല്ലേ, നൾ ഹൈപ്പോത്തസിസ്. പിന്നെ നോ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ നോ റിലേഷൻ അങ്ങനെ ഉള്ളതാണ് എന്ത്, H0 വരിക. പിന്നെ വരുന്നത് H1 എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഓക്കെ, അപ്പം ടെസ്റ്റ് ചെയ്യപ്പെടേണ്ട ഹൈപ്പോത്തസിസുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹൈപ്പോത്തസിസുകൾ എന്താണ്, H0 എന്താണ്, H1 എന്താണ് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതിൻ്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, പിന്നെ ആ ഒരു അടുത്ത സ്റ്റെപ്പ് സിഗ്നിഫിക്കൻസ് ലെവൽ ചൂസ് ചെയ്യുക, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ക്രിട്ടിക്കൽ വാല്യൂ ഓർ പി വാല്യൂ കമ്പയർ ചെയ്യുക, പിന്നെ ആ ഒരു ആക്സെപ്റ്റ് ഓർ റിജക്ട് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ആ ഒരു ഡിസിഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് വരുന്നത്. ഈ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി വെക്കണം. പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണ് ടെസ്റ്റുകൾ. ഓക്കെ, പാരാമെട്രിക്സ് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റുകളും ഉണ്ട്. ഓക്കെ, ടെസ്റ്റുകളുടെ ക്ലാസിഫിക്കേഷൻ ആണ് പാരാമെട്രിക്കും നോൺ പാരാമെട്രിക്കും അല്ലേ. അപ്പോൾ ഇതിൽ ഈ ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റുകൾ കേട്ടോ. അപ്പോൾ ഈ ടെസ്റ്റുകളിൽ പാരാമെട്രിക്കും ഉണ്ട് നോൺ പാരാമെട്രിക്കും ഉണ്ട്. ഒരു ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ അവിടെ പാരാമെട്രിക് ടെസ്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, പാരാമെട്രിക് ടെസ്റ്റുകളാണ് യൂസ് ചെയ്യുക. ഇൻ കേസ് ഈ ഒരു ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല എങ്കിൽ അവിടെ നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റും നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ ഇതിൻ്റെ യൂസസ്, ഓക്കെ, ഇതിൻ്റെ യൂസസ് പഠിച്ചു വെക്കണം, ഓരോ ടൈപ്പും അതുപോലെ തന്നെ അതിൻ്റെ യൂസസും. ഓക്കെ, അപ്പോൾ ഒരു മേജറായിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറ്റ് ടെസ്റ്റ്, ലാർജ് സാമ്പിളും നോൺ പോപ്പുലേഷൻ വേരിയൻസും ആകുമ്പോൾ നമ്മൾ സെറ്റ് ടെസ്റ്റാണ് യൂസ് ചെയ്യുക. ടി ടെസ്റ്റ് സ്മോൾ സാമ്പിൾ ആകുമ്പോൾ ടി ടെസ്റ്റ് ആണ്. അനോവ
കമ്പയർ മോർ ദാൻ 2 മീൻസ്. ഓക്കെ, 2 മീൻസിൽ 2ൽ കൂടുതൽ മീൻസ് കമ്പയർ ചെയ്യാനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അനോവയാണ് യൂസ് ചെയ്യുക. അതുപോലെ കൈ സ്ക്വയർ ടെസ്റ്റ് ഒക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ച് കാണാറുള്ള ടെസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സെറ്റ് ടെസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെ കുറച്ച് ടൈപ്സ് വേറെ വരുന്നുണ്ട്. ഓക്കെ, 2 സാമ്പിൾ, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ്, അങ്ങനെയുള്ള ടെസ്റ്റുകൾ വേറെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ച് വെക്കണം. പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സാമ്പിളിംഗ് ആൻഡ് സ്റ്റാൻഡേർഡ് എറർ. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് മെത്തേഡ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, എപ്പോഴും ചോദ്യം ചോദിച്ച് കാണാറുണ്ട്. അതിലിപ്പം ഒരു സെറ്റ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ് തന്നിട്ട് അതിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ഏതാണ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ഏതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദ്യം കണ്ടിട്ടുള്ളത്. ഓക്കെ, ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സാമ്പിളിംഗ് മെത്തേഡ്സ് പ്രോബിലിറ്റി സാമ്പിളിങ്ങും അതുപോലെ തന്നെ നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങും. പ്രോബിലിറ്റി സാമ്പിളിങ്ങിൽ സിമ്പിൾ റാൻഡം, സ്ട്രാറ്റിഫൈഡ്, സിസ്റ്റമാറ്റിക്, ക്ലസ്റ്റർ. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ ചെറിയ ഒരു എക്സ്പ്ലനേഷൻ നോട്ടും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. അതായത് ഇതൊക്കെ എന്താണെന്നുള്ളതും കൂടെ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെക്കണം. ചില സമയങ്ങളിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, അത് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. പിന്നെ ഈ ഒരു സാമ്പിളിംഗ് മെത്തേഡ്സിൻ്റെ എക്സാമ്പിൾസ്, ഓക്കെ, എക്സാമ്പിൾസ് കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിലോട്ട് ആ ഒരു ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അടുത്തത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്. അതിൽ വരുന്ന 4 ടൈപ്പാണ്: കൺവീനിയൻസ്, ജഡ്ജ്മെന്റ്, കോട്ട, സ്നോബോൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇതൊക്കെ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി അതിൽ പറയാനായിട്ടുള്ളത് സ്റ്റാൻഡേർഡ് എറർ. ഓക്കെ, സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാമ്പിൾ മീന് അതിൻ്റെ പോപ്പുലേഷൻ മീനിൽ നിന്നും എത്രത്തോളം വേരിയേഷൻ ഉണ്ട്, ഓക്കെ, എത്രത്തോളം വേരിയേഷൻ ഉണ്ട് എന്നുള്ളതാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, സ്റ്റാൻഡേർഡ് എറർ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ മീനിൽ നിന്നും സാമ്പിൾ മീന് എത്രത്തോളം വേരിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഡീവിയേറ്റഡ് ആണ് എന്നുള്ളത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക ടൂളാണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് എററിൻ്റെ ഫോർമുല നോക്കുക. SE=SD, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ √n. ഓക്കെ, √n ആ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ചെറിയ തോതിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ലാർജ് സാമ്പിൾ ആവുമ്പോൾ സ്റ്റാൻഡേർഡ് എറർ എന്തായിരിക്കും, കുറയും. ഓക്കെ, ലാർജ് സാമ്പിൾ ആവുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എറർ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സാമ്പിളിൻ്റെ സൈസ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രിൻസിപ്പിളാണ്. ഓക്കെ, അതൊരു പ്രിൻസിപ്പിളാണ്. സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു പ്രിൻസിപ്പിളാണത്. ഓക്കെ, നോക്കേണ്ട ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് റിസർച്ച് പ്രോസസ്സ്. ഓക്കെ, റിസർച്ച് പ്രോസസ്സും അതുപോലെ തന്നെ റിസർച്ച് ഡിസൈൻ. ഓക്കെ, റിസർച്ച് പ്രോസസ്സ് അല്ലെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിലോട്ട് എത്തി അല്ലേ. അപ്പോൾ ഇതിൽ ഈ ഒരു സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, ഓക്കെ, അല്ലെങ്കിൽ റിസർച്ച് പ്രോസസ്സിൻ്റെ ആ ഒരു സ്റ്റെപ്സ്, ഓക്കെ, ഇതെന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ സാമ്പിളിംഗ് മെത്തേഡ്സ്. അപ്പോൾ അതിൽ സാമ്പിൾ എടുക്കുമ്പോൾ എന്താണ് പാലിക്കേണ്ട ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, പോകേണ്ട ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ ഒരു സ്റ്റെപ്പും എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. അതും നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇതിൽ റിസർച്ച് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ്, പിന്നെ ടൈപ്സ് ഓഫ് റിസർച്ച്, പിന്നെ ഈ ഒരു ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. ഓക്കെ, ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് നോക്കുക. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, ലിറ്ററേച്ചർ റിവ്യൂ, ഒബ്ജക്റ്റീവ്സ്, ഹൈപ്പോത്തസിസ്, റിസർച്ച് ഡിസൈൻ, ഡാറ്റ കളക്ഷൻ, അനാലിസിസ്, റിപ്പോർട്ട് റൈറ്റിംഗ്. ഇത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്റ്റെപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്യാനായിട്ടാണ് വരിക. ഓക്കെ, ഓർഡർ തെറ്റിച്ചിട്ട് അറേഞ്ച് ചെയ്യാനായിട്ടാണ് ഉള്ള ചോദ്യങ്ങളാണ് റിപ്പീറ്റഡ്ലി ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യാനായിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ ഡിസൈൻസ്.
ഓക്കെ. റിസർച്ച് ഡിസൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഇപ്പോൾ ഇതിൽ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ ഡിസൈൻസ്. ഓക്കെ. പ്രീ എക്സ്പെരിമെൻ്റൽ, ട്രൂ എക്സ്പെരിമെൻ്റൽ, കോസി എക്സ്പെരിമെൻ്റൽ. ഓക്കെ. അതിൻ്റെ ടൈപ്സ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇത് കൂടാതെയും നമുക്ക് എന്തുണ്ട്, റിസർച്ച് ഡിസൈൻസിൽ ടൈപ്സ് ഉണ്ട്. ആ ടൈപ്സും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പിന്നെ ടൈപ്സ് ഓഫ് റിസർച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കാനായിട്ട് നോക്കണം. ഓക്കെ. അതൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഒരു ടോപ്പിക് വരുന്നത് റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ. ഓക്കെ. റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ ആണ്. കോറിലേഷൻ്റെ അകത്ത് നമ്മൾ കോറിലേഷൻ്റെ അകത്ത് നമ്മൾ റിലേഷൻഷിപ്പാണ് മെഷർ ചെയ്യുന്നത്. രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേറ്റഡ് ആണോ അല്ലയോ. ഓക്കെ. റിലേറ്റഡ് ആണോ അല്ലയോ. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്, പോസിറ്റീവ്ലി ആണോ നെഗറ്റീവ്ലി ആണോ, അതുപോലെ തന്നെ പോസിറ്റീവ്ലി ആണോ നെഗറ്റീവ്ലി ആണോ, അങ്ങനെ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, നമുക്ക് കോറിലേഷൻ്റെ അകത്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പം കോറിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ടൂളാണ്. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് വരുന്നത് ആർ എന്നാണ്. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് റിലേഷൻ ഇല്ല എന്നുള്ള 3 അവസ്ഥകളാണ്, സ്റ്റേറ്റ്സ് ആണ് അതിൽ വരുന്നത്. ഇതിൽ ഈ ഒരു റിലേഷൻ്റെ കാരണം, അതായത് കോസേഷൻ എന്ത് ചെയ്യുന്നില്ല, കോറിലേഷൻ്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റിഗ്രഷൻ. ഓക്കെ. റിഗ്രഷൻ നമുക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ബേസിൽ നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത്, റിഗ്രഷൻ. ഓക്കെ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ യൂസ് ചെയ്തിട്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മളതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് റിഗ്രഷൻ. ഓക്കെ. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഒക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. R² എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഒരു എക്സ്പ്ലെയിൻസ് ഹൗ മച്ച് വേരിയേഷൻ ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ മോഡൽ. ഓക്കെ. ഒരു മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വേരിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ആ ഒരു വേരിയേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നതാണ് എന്ത്, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ. അപ്പോൾ അതെന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. അതിൻ്റെ ഒക്കെ ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. വല്ലാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അതൊന്ന് ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് നോക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോബബിലിറ്റി ഫണ്ടമെന്റൽസ്. ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ ഓർഡർ കണ്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ടോപ്പിക് എന്തായിരിക്കും, ഏറ്റവും ലീസ്റ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് ആയിരിക്കും കേട്ടോ. അപ്പോൾ പ്രോബബിലിറ്റി ഫണ്ടമെന്റൽസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ പോലെ ഒന്നും അത്ര എന്ത് ചെയ്യുന്നില്ല, അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടില്ല. അപ്പോൾ പ്രോബബിലിറ്റി ഫണ്ടമെന്റൽസ്, ഇതിൽ ഇമ്പോർട്ടൻറ്റ് റൂൾസ്. ഓക്കെ. പ്രോബബിലിറ്റി ഇത് ചെയ്യുമ്പോൾ ഉള്ള ഇമ്പോർട്ടൻറ്റ് റൂൾസ് കാര്യങ്ങൾ എന്ത് ചെയ്യണം, അത് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇക്വേഷൻ, ഓക്കെ, എങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ, ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബി, അത് കണ്ടെത്താനായിട്ടുള്ള ഇക്വേഷൻ ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. ഓക്കെ. ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് ആണ് എന്ത്, പി ഓഫ് ഗെറ്റിംഗ് എ. ഇനി പി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പോൾ 1 - PA. ഓക്കെ. അപ്പോൾ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ 1ൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ കിട്ടും. ഓക്കെ. പിന്നെ അഡീഷൻ റൂൾ പഠിക്കണം. ഓക്കെ. അഡീഷൻ റൂൾ പഠിക്കണം. പ്രോബബിലിറ്റിയിൽ മൾട്ടിപ്ലിക്കേഷൻ റൂൾ പഠിക്കണം. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്താണ് പഠിക്കണം. കണ്ടീഷണൽ പ്രോബബിലിറ്റി പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇക്വേഷൻസ് ആണ് ഇപ്പം ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ. ഇക്വേഷൻസ് തരും, എന്നിട്ട് ഇപ്പുറത്ത് അതിൻ്റെയൊക്കെ പേരുകൾ തരും, എന്നിട്ട് എന്ത് ചെയ്യും, മാച്ച് ചെയ്യാനായിട്ട് പറയും. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. ഓക്കെ. അപ്പോൾ ഫോർമുലാസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മെയിനായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ. അതിനൊക്കെ ഒരു ഷോർട്ട് നോട്ടൊക്കെ കീപ്പ് ചെയ്യാം, എപ്പോഴും റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. നെക്സ്റ്റ് നമുക്ക് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി. ഇത് നമ്മൾ പേപ്പർ 1 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ. പക്ഷെ അത് നമുക്ക് ഇവിടെ കൊമേഴ്സിലും പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, എപ്പോഴും ചോദ്യങ്ങൾ റിപ്പീറ്റഡ്ലി ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇതിൽ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂള് എത്രത്തോളം അടിപൊളിയായിട്ട് ആ കാര്യത്തെ മെഷർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, വാലിഡിറ്റി. ഓക്കെ. വാലിഡിറ്റി മെഷേഴ്സ് വെദർ ദ ടൂൾ മെഷർ വാട്ട് ഇറ്റ് ഷുഡ്. ഓക്കെ. നമ്മൾ വിചാരിച്ചിട്ടുള്ള, ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ടൂള് മെഷർ ചെയ്യാൻ
മെഷർ ചെയ്യുന്ന ആ ഒരു പർപ്പസ് അല്ലെങ്കിൽ ആ ടൂളിന്റെ ഒരു പർപ്പസ് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ആര് മെഷർ ചെയ്യുന്നത്, വാലിഡിറ്റി ത്രൂ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ടൈപ്സ് ഉണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടന്റ്, കൺസ്ട്രക്റ്റ്, ക്രൈറ്റീരിയൻ. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും എക്സാമ്പിൾസ് ആയത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കണം. പിന്നെ റിലയബിലിറ്റി. ഓക്കെ, എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു ടൂള് മെഷർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു തവണ മെഷർ ചെയ്യുന്നു, സെക്കൻഡ് ഒരു തവണ മെഷർ ചെയ്യുന്നു, മൂന്നാമത്തെ ഒരു തവണ മെഷർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 3 തവണ ഒന്ന് തന്നെയാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്, റിലയബിൾ ആണ്. ആ ഒരു ടൂൾ റിലയബിൾ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി അത് ഡിഫറെൻ്റ് ആൻസേഴ്സ് ആണ്, 3 തവണ നമുക്ക് ഡിഫറെൻ്റ് ആൻസേഴ്സ് ആണ് തന്നതെന്നുണ്ടെങ്കിൽ അതെന്ത് പറയാം, നമുക്ക് അത് റിലയബിൾ അല്ല എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ കൺസിസ്റ്റൻസി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത്, റിലയബിലിറ്റി. ഓക്കെ, ഇനി ഇതിലും കുറച്ച് ടൈപ്സ് ഉണ്ട്, ടെസ്റ്റ്, റീടെസ്റ്റ്, സ്പ്ലിറ്റ് ഹാഫ്, പാരലൽ ഫോംസ്, ക്രോൺബാച്ച്, ആൽഫ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതാണ് മെയിനായിട്ട് ഒരു എന്താണ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ലാസ്റ്റത്തെ ടോപ്പിക്ക്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതിൽ ലീസ്റ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ് എന്ത്, റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിപ്പോർട്ട് റൈറ്റിങ്ങിൽ മെയിനായിട്ട് ചോദ്യം കണ്ടിട്ടുള്ളത് അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസിസിലാണ്. ഓക്കെ, അപ്പോൾ ആ സ്ട്രക്ചർ എങ്ങനെയാണ്, ഫസ്റ്റ് ടൈറ്റിൽ പേജ് ആണ് വരിക, സെക്കൻഡ് അബ്സ്ട്രാക്റ്റ് ആണ് വരിക, തേർഡ് ഇൻട്രൊഡക്ഷൻ ആണ് വരിക, ലിറ്ററേച്ചർ റിവ്യൂ 4ാമതാണ്, 5ാമത് മെത്തഡോളജി, 6ാമത് ഡാറ്റ അനാലിസിസ്, ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ, സജഷൻ, റെഫറൻസസ്, അപ്പൻഡിക്സ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ ഒരു ഓർഡർ. ഓക്കെ, ആ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ഓർഡർ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ ഈ ഒരു റിപ്പോർട്ടിന് 3 പാർട്സ് ആണുള്ളത്, ഇൻട്രൊഡക്ഷൻ പാർട്ട്, അതുപോലെ മെയിൻ ബോഡി, പിന്നെ കൺക്ലൂഷൻ പാർട്ട്. ഓക്കെ, ഇങ്ങനെ 3ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. ഈ 3 പാർട്ടിലും എന്തൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ടൈറ്റിൽ പേജ്, അബ്സ്ട്രാക്ട്, ഇൻട്രൊഡക്ഷൻ വരെയുള്ളത് എന്താണ്, നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിലാണ് വരിക. പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി, ഡാറ്റ അനാലിസിസ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് മെയിൻ ബോഡിയിലാണ് വരിക. ഓക്കെ, അപ്പോൾ കൺക്ലൂഷൻ, സജഷൻ, റെഫറൻസ്, അപ്പൻഡിക്സ് ഇതാണ് വരിക. അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഓരോന്നിൻ്റെ അണ്ടറിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സിൽ ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്സ്. ഓക്കെ, ഇത് കൂടാതെയും ടോപ്പിക്സ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതും കൂടെ ഒന്ന് റിവൈസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സ് ആണ് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അത് നിർബന്ധമായും പഠിക്കണം. ടൈമില്ലെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, ഈ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. Bye from iFor Education.